സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കൊച്ചി വാഴക്കാലയിൽ തുറന്ന രജിസ്ട്രേഡ് ഓഫീസ് ടികോം ഒഴിഞ്ഞു. കാക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ സ്മാർട്ട് സിറ്റി സിഇഒ ഫരീദ് അബ്ദുൾ റഹ്മാനും ഡയറക്ടർ ബോർഡ് അംഗം രവി ഗില്ലും നേരിട്ടെത്തിയാണ് ഓഫീസ് ഒഴിഞ്ഞുകൊണ്ടുള്ള പ്രമാണം സമർപ്പിച്ചത്. സ്മാർട്ട് സിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം ചേരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ടികോമിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിത നീക്കം. മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്മാർട്ട് സിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയ കമ്പനി സിഇഒ ഫരീദ് അബ്ദുൾ റഹ്മാനും ഡയറക്ടർ രവി ഗില്ലും 11:30യോടെയാണ് കാക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത്. തികച്ചും രഹസ്യമായി ടാക്സി വാഹനത്തിലാണ് ഇരുവരും വന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് ഒഴിയുന്നതായി സബ് രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണം നൽകിയതിനു ശേഷം ഇരുവരും പദ്ധതി പ്രദേശത്തേക്ക് പോയി. വാഹനത്തിലിരുന്ന് ഏതാനും ചിത്രങ്ങളെടുത്തു. 20 മിനിറ്റിനുള്ളിൽ തിരികെ എത്തി. സബ് രജിസ്ട്രാർക്ക് മുന്നിൽ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രമാണത്തിൽ ഫരീദ് അബ്ദുൾ റഹ്മാൻ വിരലടയാളം ചാർത്തി. രജിസ്റ്റേർഡ് ഓഫീസ് ഒഴിഞ്ഞതിനെപ്പറ്റി പ്രതികരണം ആരാഞ്ഞെങ്കിലും എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് മടങ്ങി. കൊച്ചി വാഴക്കാലയിൽ 5540 ചതുരശ്രയടിയിൽ 1,32,000 രൂപയ്ക്കാണ് കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് തുറന്നിരുന്നത്. പദ്ധതി അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ടികോം രജിസ്റ്റേർഡ് ഓഫീസ് ഒഴിഞ്ഞതെന്നാണ് സൂചന. മുൻപ് കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത് നിർത്തിവെക്കുകയും ജീവനക്കാരെ പിൻവലിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും രജിസ്റ്റേർഡ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെപ്പറ്റി ആർക്കും സൂചന നൽകിയിരുന്നില്ല. സംസ്ഥാന സർക്കാരിനും ഇത് സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയിരുന്നില്ല. സ്മാർട്ട് സിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രജിസ്റ്റേർഡ് ഓഫീസ് അടച്ചുപൂട്ടിയതോടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ടികോം നൽകിയിരിക്കുന്നത്. വാഴക്കാലയിലെ രജിസ്റ്റേർഡ് ഓഫീസ് അടച്ചുപൂട്ടിയതോടെ മറ്റൊരു രജിസ്റ്റേർഡ് ഓഫീസ് തുറക്കാതെ സ്മാർട്ട് സിറ്റി കമ്പനിക്ക് കേരളത്തിൽ പ്രവർത്തനം വയ്യാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദീപ് ജോസഫ്, മനോരമ ന്യൂസ്.